എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാന്ദ്രമായ കവിതയാണ് ഭൂതപ്പാട്ട്. അതിനെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഞാനിവിടെ. ഒരമ്മയ്ക്ക് സ്വന്തം മകനോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. കിളിപ്പള്ളിക്കര ഗ്രാമത്തിലെ കൊച്ചു വീട്ടിൽ ഒന്നും പതിവ് പോലെ കുട്ടികൾ വന്നു. എന്തിനാണെന്നോ മുത്തശ്ശി പറയുന്ന കഥ കേൾക്കാൻ. അപ്പോഴാണ് പടുവികൃതിയായ ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ അടുത്ത് എത്തിയത്. മുത്തശ്ശി മുത്തശ്ശി, അമ്മ എന്നെ തല്ലി, അമ്മ ചീത്തയാ. മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കഥ പറയാൻ ആരംഭിച്ചു. പണ്ട് പണ്ട് പാറക്കെട്ടിന് മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരി എല്ലാം വഴി തെറ്റിച്ചു കൊണ്ടുപോയി വഞ്ചിക്കുകയാണ് അവന്റെ പതിവ്. പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വഴിപോക്കരിയടവൻ പലതും ആശയപ്പെടും. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം വഴിപോക്കരികൾ അറിയുന്നത്. എനിക്ക് ഒരു ദിവസം നമ്പൂതിരി വരികയായിരുന്നു. അപ്പോഴതാ മരിച്ചുകെട്ടിന് താഴെ സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി അന്വേഷണം നടത്തിക്കൊണ്ട് സുന്ദരിയായ സ്ത്രീയോടൊപ്പം മലമുകളിൽ പോയി. അങ്ങനെ പോയ നമ്പൂതിരിയെ പിന്നെ ആരും കണ്ടില്ല. അപ്പോഴാണ് കുഞ്ഞിൻ ചെവിലെ മങ്ങിയുടെ കുട്ടി എടുത്തു പഠിക്കാൻ പോയത്. നല്ല തങ്കക്കുളം പോലത്തെ കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരു ആശ. കുട്ടിയെ തനിക്ക് വളർത്തിയാലുണ്ട്. ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ട് കുട്ടിയെ കാണാതെങ്കിൽ വലിയ മുകളിൽ അന്വേഷിച്ച് നടന്നു. അപ്പോഴതാ അവൾ വന്ന ചട്ടിനെ കണ്ടു. ഞങ്ങൾ ചുറ്റു. ഉണ്ണി ഉണ്ണി, എൻ്റെ ഉണ്ണിയെ കണ്ടോ, എൻ്റെ ഉണ്ണിയെ കണ്ടോ. ഭൂതം പ്രാട്ടിയെ വലിയ മുകളിൽ കളിക്കുന്നത് കണ്ടു. കൂടെ ഒരു കൊച്ചുംപ്രാട്ടിയും ഉണ്ടായിരുന്നു. മലമുകളിലെ ഭീകരനായ ഭൂതം എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് സത്യം നങ്ങേലി ഞെട്ടലോടെ മനസ്സിലാക്കി. നങ്ങേലി കരഞ്ഞുകൊണ്ട് പാലെത്തി. അല്ലയോ കുഞ്ഞിൻ ചെറുകിലെ ഭൂതമേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരൂ. അപ്പോൾ ആ ഭൂതം എന്ത് ചെയ്തെന്നോ, കൊടുങ്കാറ്റായി അമ്മ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരടി പോലും പിന്നോട്ട് പോകാൻ അമ്മ തയ്യാറായില്ല. അവസാനം ഭൂതം പറഞ്ഞു, രണ്ട് കടകളും ചുഴന്നെടുത്ത് എനിക്ക് തന്നാൽ നിന്റെ കുഞ്ഞിനെ നച്ചുതരാം. പാവോ അമ്മ കുഞ്ഞിക്ക് തന്നെ രണ്ട് കണ്ണ് ചുഴന്നെടുത്ത് ഭൂതനെടുത്തു. സൂത്രം കേൾക്കണോ? അമ്മയ്ക്ക് കണ്ണില്ലാതായില്ലേ? ഭൂതം ഒരു തെച്ചിപ്പൂ പറിച്ചെടുത്ത് മന്ത്രം ചൊല്ലി മറ്റൊരുണ്ണിയെ നിർമ്മിച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഉണ്ണിയെ തല്ലടി. പെട്ടെന്ന് നങ്ങേലിക്ക് മനസ്സിലായി തന്റെ ഉണ്ണിയെന്ന്. നങ്ങേലി പറഞ്ഞു, പെറ്റവരനെ വഞ്ചിക്കുന്ന പട്ടഭൂതമേ, എന്നെ ഞാൻ ശപിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂതത്തിനെ ശപിക്കാൻ തുടങ്ങി. ഒരു പെറ്റമ്മയുടെ ശാപം എനിക്ക് താങ്ങാനാവില്ലെന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ രണ്ട് കണ്ണുകളും കുഞ്ഞിനെയും തിരിച്ചു നൽകി. ഉണ്ണിയെ വേർപിരിയാനുള്ള ഭൂതത്തിന്റെ വിഷമം മനസ്സിലാക്കിയ അമ്മ വർഷത്തിലൊരിക്കൽ തന്റെ ഉണ്ണിയെ വന്ന് കണ്ടുകൊള്ളാൻ അനുവാദം നൽകി. പ്രിയമുള്ളവരെ, ഈ കഥയുടെ അവസാനിപ്പിക്കുകയാണ്. അമ്മമാർ നമ്മളെ തല്ലും സഹായിക്കും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നന്ദി, നമസ്കാരം.